തുഷാർ നിർമ്മൽ കൂട്ടത്തിൽ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഈ മാവോയിസ്റ്റ് ഭീതി അല്ലെങ്കിൽ മാവോയിസ്റ്റ് ബന്ധം എന്ന് പറഞ്ഞ് ഒരു ഹൈപ്പ് നിലനിർത്താൻ ഭരണകൂടങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? കാരണം കേരളത്തിൽ മാവോയിസ്റ്റുകളെ വയനാട്ടിൽ കണ്ടു, കണ്ണൂരിൽ കണ്ടു തുടങ്ങിയ വാർത്തകൾ അനവധി പുറത്തു വരുന്നുണ്ട്. പോലീസുകാരടക്കമുള്ളവർ ഇതിനെതിരെ സാക്ഷ്യപ്പെടുത്തിയും രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ കാര്യമായി ചൂഴ്ന്നിറങ്ങി നോക്കി കഴിഞ്ഞാൽ തെളിവുകളൊന്നും കാണുന്നില്ല, വാർത്തകൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റ് ബന്ധം അല്ലെങ്കിൽ മാവോയിസ്റ്റ് ഭീതി എന്ന് ഉള്ളൊരു ഹൈപ്പ് നിലനിർത്താൻ ഭരണകൂടങ്ങൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ശ്രമിക്കുന്നുണ്ടോ? സായിബാബയുടെ സംഭവം അത്തരത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? മാവോയിസ്റ്റുകളെന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഇന്ന് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ മാവോയിസ്റ്റുകൾ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സംഭവവികാസമല്ല. മാവോയിസ്റ്റുകൾ ഉണ്ട്. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മാവോയിസ്റ്റ് മൂവ്മെൻറ്റ് ഇന്നൊക്കെ ഇന്ത്യയിൽ. കേരളത്തിൽ അടുത്ത കാലത്ത് മാവോയിസ്റ്റുകളുടേതായിട്ട് വന്നിട്ടുള്ള പ്രസ്താവനകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അവർ കേരളത്തിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാവോയിസ്റ്റ് മൂവ്മെൻറ്റ് ഒരു സാന്നിധ്യമായി കേരളത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. പക്ഷേ ഇവിടെ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഗൗതം നവലാഖയെ പോലുള്ള ആളുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മാവോയിസ്റ്റ് മൂവ്മെൻറ്റ് ഇന്ന് ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഗാന്ധിയന്മാർ മുതൽ മാവോയിസ്റ്റുകൾ വരെ വിവിധ ആശയസംഹിതകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇത്തരം മൂവ്മെൻറ്റുകൾ, സമരങ്ങൾ ഇന്ത്യയിലെമ്പാടും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കുന്നത് മാവോയിസ്റ്റ് മൂവ്മെൻ്റാണ്. അതുകൊണ്ട് മാവോയിസ്റ്റുകളെ അടിച്ചമർത്തുക എന്നാൽ കൃത്യമായും എല്ലാ പ്രതിരോധ പ്രസ്ഥാനങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഏറ്റവും ദുർബലമായ ഒരു പ്രതിരോധ പ്രസ്ഥാനത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഏറ്റവും ശക്തമായതിനെ ആദ്യം തന്നെ അടിച്ചമർത്തുക, അതോടുകൂടി അതിൻ്റെ മറവിൽ തന്നെ എല്ലാ തരത്തിലുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഗൂഢമായി ഈ പദ്ധതിക്ക് പുറകിലുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ ഇന്ത്യയിലെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക വികസന നയങ്ങളുടെ ഭാഗമായി ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളിൽ രോഷാകുലരായിട്ടുള്ള ജനങ്ങൾ നിരവധി സമരങ്ങളിലേക്ക് അണിചേർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ ഇത്തരത്തിലുള്ള ഒരു അടിച്ചമർത്തലിന് ഒരു മറ ഉണ്ടാക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ആഗോളതലത്തിൽ തന്നെ ഈ ഭീകരതയ്ക്കെതിരായ യുദ്ധം എന്ന ഒരു കാഴ്ചപ്പാട് വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മറവിൽ തുഷാർ ഇപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ആരായി നമുക്ക് PM സുരേഷ് ബാബുവിനോട് കൂടി ചോദിക്കാം. PM സുരേഷ് ബാബു, പ്രത്യയശാസ്ത്ര ആഭിമുഖ്യം ഒരു ക്രിമിനൽ കുറ്റമാണോ? അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നവരെ അടിച്ചമർത്തുക എന്നൊരു അജണ്ട സർക്കാർ നടപ്പിലാക്കുന്നുണ്ടോ? അത്തരത്തിലൊരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം അങ്ങയോട് പറയട്ടെ. താങ്കൾ പോലും ഇങ്ങനെ ഒരു സാമൂഹ്യ വിപത്തിനെതിരായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര ആവൽക്കരണം നടത്തുന്നത് രാജ്യത്തിന്റെ ഭാവിക്ക് വളരെ ദോഷകരമായി ഭാവിക്കുമെന്ന് ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. PM സുരേഷ് ബാബു, എന്റെ പ്രത്യയശാസ്ത്ര ആഭിമുഖ്യത്തെ കുറിച്ചല്ല ഇവിടെ ചർച്ച നടക്കുന്നത്. പ്രത്യയശാസ്ത്ര ആഭിമുഖ്യം ക്രിമിനൽ കുറ്റം അല്ല എന്ന് ബിനായക് സെന്നിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാനിവിടെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്റെ ചോദ്യം ഇതാണ്, പ്രത്യയശാസ്ത്ര ആഭിമുഖ്യം ഉള്ളവരെ അല്ലെങ്കിൽ അത്ര വിപ്ലവ പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്നവരെ അടിച്ചമർത്തുക എന്നൊരു സമീപനം സർക്കാരിന് ഭരണകൂടങ്ങൾക്കുണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ എന്റെ മറുപടി വീണ്ടും ആവർത്തിക്കുന്നു. കാര്യം എന്താണ്? ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു സവിശേഷതയുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് അക്രമത്തിലൂടെയോ വിപ്ലവത്തിലൂടെയോ മാർഗങ്ങളിലൂടെയല്ല, തികച്ചും സമാധാനപരമായ മാർഗങ്ങളിലൂടെയുള്ള സ്വാതന്ത്ര്യലബ്ധിയും അതിന്റെ പശ്ചാത്തലത്തിൽ രൂപീകൃതമായ ഒരു ഭരണഘടനയും ജനാധിപത്യ സംവിധാനത്തിൽ അക്രമത്തിന് യാതൊരു പ്രസക്തിയുമില്ല, യാതൊരു സ്ഥാനവുമില്ല. ഭരണകൂടത്തിന്റെ പ്രധാനമായ ഉത്തരവാദിത്വം നാട്ടിലെ ജനങ്ങൾക്ക് സമാധാന ജീവിതം കൈവരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സമാധാന ഭംഗം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിനെയും അംഗീകരിച്ചുകൊണ്ട് അത് എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനമാകുമെന്ന ഭീതിയിൽ അതിനെ വഴങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭരണകൂടം നിഷ്ക്രിയമാവുക എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നക്സൽബാരികളെ കുറിച്ചും മാവോയിസ്റ്റുകളെ കുറിച്ചും ഒക്കെ പഴയ കാലങ്ങളെ കുറിച്ചൊക്കെ ഓർക്കണ്ടേ? പുതിയ തലമുറ അതൊന്നും അറിയില്ല. കോണാട്ട് രാമമേനോൻ തലവെട്ടി വെച്ചത്
മതിലിന്റെ മുകളിൽ വെച്ചത്, അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകൾ, തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്, ഇതൊക്കെ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ്. അത്തരമൊരു സംഭവങ്ങൾക്ക് കേരളം ഇനിയും എത്തിച്ചേരാൻ പാടില്ല എന്നുള്ള ഒരു താല്പര്യമുള്ള ഭരണകൂടം, ആ ഭരണകൂടത്തിന് തടസ്സമുണ്ടാകുമ്പോ അതിനെ താങ്കൾ ചോദിച്ചല്ലോ, ഇത് ഒരു പ്രധാന ഹൈപ്പ് ഉണ്ടാക്കി ഒരു ഭീകരത സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നുള്ളത്. ഒരു സാന്നിധ്യമുണ്ട് എന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നത്, ആ വാർത്തകൾ പുറത്തു വരുന്നത് തലശ്ശേരി പുൽപ്പള്ളി മേഖലകളിൽ തീവ്രവാദ മാവോ സാന്നിധ്യമുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നത്, കണ്ടു എന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ ഉണ്ടാകുന്നത് ഹൈപ്പുണ്ടാക്കി വല്ല ഭീകരതയ്ക്കും വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ സമാധാന ജീവിതം കാക്ഷിക്കുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയായി അതിനെ കാണേണ്ടി വരില്ലേ നമുക്ക്? അതല്ലേ നമ്മളുടെ ഈ രാജ്യത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പ്രസക്തമാവുക. ശ്രീ പി എം സുരേഷ് ബാബു, ദയവായി തുടരുക. താങ്കളുടെ വാദങ്ങൾ വളരെ കൃത്യമാണ്. പുൽപ്പള്ളി സംഭവം അല്ലെങ്കിൽ എത്ര സംഭവങ്ങളല്ല നമ്മുടെ ചർച്ച സായിബാബയെ അറസ്റ്റ് ചെയ്തത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതാണ്. പണ്ടത്തെ സാഹചര്യമാണോ ഇന്ന് നിലവിലുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ സായിബാബയുടെ കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ സച്ചിൻ നാരായണനോടുകൂടി ചോദിക്കാം. പി എം സുരേഷ് ബാബു പറയുന്നതിലും കാര്യമില്ലേ? കാരണം മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചാണ് ഇപ്പോൾ സായിബാബയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, മാവോയിസ്റ്റ് നേതാക്കളായ ഗോപത് ഗാന്ധിയും ബച്ച പ്രസാദ് സിംഗും അറസ്റ്റിലായപ്പോൾ സായിബാബയുടെ പേര് പരാമർശിച്ചു എന്ന അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണ സായിബാബയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയ കമ്പ്യൂട്ടറിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും ഇത്തരം ആൾക്കാരുമായി, മാവോയിസ്റ്റ് നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ റെയ്ഡ്? ഈ വാദങ്ങളിലും അടിസ്ഥാനമില്ലേ? നമുക്ക് ഒരു ഭാഗത്തെ മാത്രം ആക്ഷേപിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ? ഈ ബർഡൻ ഓഫ് പ്രൂഫ് അല്ലെങ്കിൽ നമ്മൾ ഈ തെളിവ് പുറത്ത്, ഇതൊരു ട്രാൻസ്പെറന്റ്, നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, ഭരണകൂടമുണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത്. ഒരു റൂൾ ഓഫ് ലോ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ ബർഡൻ ഓഫ് പ്രൂഫ് ആരുടെ കയ്യിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. ഒരു ആരോപണം ഉന്നയിച്ച് ആരെയും ഒരു ആരോപണം ഉന്നയിച്ച് ജയിലിന് അകത്ത് അടയ്ക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എസ്പെഷ്യലി ഭരണകൂടത്തിന്റെ ഒരു പ്രിവിലേജ് ഉള്ള ആളുകൾക്ക്. ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇത് GN സായിബാബ മാത്രമല്ല, കബീർ കലാമഞ്ച് എന്ന് പറയുന്ന കലാസാംസ്കാരിക സംഘടനയ്ക്കെതിരെ ഇതേപോലെ തന്നെയുള്ള ആരോപണങ്ങളായിരുന്നു. ഒരു കലാസാംസ്കാരിക സംഘടന ഭരണകൂടത്തിന് ഇത്രയധികം വേവലാതി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥ പ്രശ്നം? ഇവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അല്ലെങ്കിൽ ഇവരെല്ലാവരും പബ്ലിക് ഇന്റലക്ച്വൽസ് ആണ്. ഇപ്പോൾ സായിബാബയാണെങ്കിലും പല കാര്യങ്ങളിലും പ്രതികരിക്കുകയും പല മൂവ്മെന്റ്സിന്റെയും ഭാഗമായിട്ടുള്ള ആളാണ്. അപ്പൊ ഇദ്ദേഹം ചെയ്യുന്നതിൽ മാവോയിസ്റ്റുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ല? ഇത് എവിടെയും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, അഹേരി കോർട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ലീഗൽ ഡോക്യുമെന്റിൽ എഴുതിയിരിക്കുന്ന ഇദ്ദേഹം കളവ് മുതൽ ഒളിപ്പിച്ചു എന്നാണ്. ഏത് കളവിന്റെ, അല്ലെങ്കിൽ ആരുടെ തൊണ്ടിയാണ് അവിടെ ഒളിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടില്? ഇപ്പൊ കബീർ കലാമഞ്ച് കേരളത്തിൽ അടുത്തിടെ വന്നിരുന്നു. നിങ്ങളെല്ലാവരും അവിടെ കണ്ടതാണ് അവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന്. ഇന്ത്യൻ രാഷ്ട്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിപ്ലവാധിഷ്ഠിതമായ സമരത്തിലൂടെ തന്നെയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതിന് പല മുഖങ്ങൾ ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തം തൊട്ട് വളരെ കൃത്യമായിട്ട് ബ്രിട്ടീഷ് അതിക്രമങ്ങളെ എതിർത്തുകൊണ്ട് തന്നെ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ചരിത്രമുണ്ട്. ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരേ ഒരു തരത്തിലുള്ള ആശയ സംഘടനത്തിലൂടെ മാത്രം നമുക്ക് ലഭ്യമായതാണെന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഗഡ്ചിരോളിയിലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലോ മറ്റ് മേഖലകളിലോ ആളുകൾ ഭരണകൂടത്തിന്റെ ഭീകരത അനുഭവിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സോഷ്യലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വലിന്റെ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്റെയോ അതിലുള്ള ഒരു പ്രതികരണം പലപ്പോഴും ഇത്തരം മൂവ്മെന്റിനോട് ഒപ്പം നിന്നുകൊണ്ടായിരിക്കും. ഇപ്പോൾ കൂടംകുളത്ത് ആണവ നിലയത്തിനെതിരെ സമരം ചെയ്യുന്നവരെ ഭീകരന്മാരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അല്ലെങ്കിൽ ഈ അടുത്തിടെ മരിച്ച ഫാദർ കോച്ചേരി, അദ്ദേഹം മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ച ആളാണ്. ഒരു സമൂഹത്തിലെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരെ എല്ലാവരെയും ഭരണകൂടത്തിനെതിരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഭീകരന്മാരായിട്ട് ചിത്രീകരിക്കും, അല്ലെങ്കിൽ മാവോയിസ്റ്റുകളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമില്ല. സുരേഷ് ബാബു നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം അറിയാത്തവരൊന്നുമല്ല നമ്മൾ. ഇത്രയും നാളുകൾക്ക് ശേഷം കേരളത്തിൽ യാതൊരുവിധ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ ആശയ സംഘടനകൾ നടക്കുന്നില്ലേ? ഇപ്പോൾ കലാസാംസ്കാരിക സംഘടന എന്ന പേരിൽ RSS ഈ രാജ്യത്ത് എത്രയോ സ്ഥലങ്ങളിൽ റയറ്റ്സിന് കാരണമായിട്ടുണ്ട്.
ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ആദ്യം നമ്മൾ രാഷ്ട്രത്തിൽ നിരോധിക്കേണ്ട സംഘടനകളിലൊന്നാണ് RSS. അത് ഇന്നേ വരെ നിരോധിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ ഇലക്ഷന്റെ സമയത്ത് ഇനി ഏത് ഗവൺമെന്റാണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ഇലക്ഷന്റെ സമയത്ത് ഒരു തരത്തിലുള്ള ഫാഷിസം, ഭരണകൂടത്തിന്റെ ഫാഷിസം തന്നെ ഇനി നമ്മുടെ ഭരണകൂടത്തിന്റെ മുഖം വ്യക്തമാണ് താങ്കളുടെ വാദം ശ്രീ സച്ചിൻ നാരായണൻ. നമുക്ക് തുഷാർ നിർമ്മൽ സാരഥിയിലേക്ക് കൂടി പോയി ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ശ്രീ GN സായിബാബയ്ക്ക് എന്ത് സംഭവിക്കും? മറ്റൊരു ബിനായക് സെൻ ആകാൻ സായിബാബയ്ക്ക് സാധ്യതയുണ്ടോ? അതോ ഇതോ വെറും ഒരു നിസ്സാര സംഭവമായി സായിബാബ 2 ദിവസത്തിനുള്ളിൽ ഇറങ്ങിപ്പോരും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കുറ്റങ്ങൾ സായിബാബയ്ക്ക് നേരെ ചുമത്തപ്പെടും? ബിനായക് സെന്നിന് പോലുള്ള മേൽ ചുമത്തപ്പെട്ടതുപോലെയല്ല, അല്ലെങ്കിൽ സോണി സോറിക്ക് മേൽ ചുമത്തപ്പെട്ടതുപോലെയല്ല, കൃത്യമായിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് സായിബാബയ്ക്ക് ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ സായിബാബ ഒരു ബിനായക് സെന്നാകും. താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു കാര്യത്തിൽ? ഇതിനകത്ത് ഒരു പോലീസ് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത് ആദ്യം കുറ്റവാളിയെ പ്രഖ്യാപിക്കുകയും പിന്നീട് തെളിവുണ്ടാക്കുകയും എന്നിട്ട് ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ആധുനിക നീതിന്യായ സംഹിതകൾക്ക്, തത്വങ്ങൾക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു സമീപനമാണ് നമ്മുടെ സർക്കാർ പിന്തുടരുന്നത്. സായിബാബയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ വന്ന് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു. ഹേം മിശ്ര എന്ന് പറയുന്ന JNUവിലെ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പോലീസിന് കിട്ടിയതെന്നും അദ്ദേഹം നൽകിയ മൊഴിയിലാണ് അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചതെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഗാഡ്ചിരോളിയിൽ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ അസുഖം ചികിത്സിക്കാനായിട്ട് ബാബ ആംതയുടെ മകനായിട്ടുള്ള പ്രകാശ് ആംതയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സയ്ക്കായിട്ടാണ് ഹേം മിശ്ര ഗാഡ്ചിരോളിയിൽ പോകുന്നത്. അങ്ങനെ പോയ വിദ്യാർത്ഥിയെ അദ്ദേഹത്തെ പിടിക്കുകയും അദ്ദേഹത്തെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ജയിലിലടക്കുകയും കേസെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സായിബാബയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഇന്നുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇത് തീർച്ചയായും ഈ ഒരൊറ്റ കേസിൽ ഒതുങ്ങാൻ പോകുന്ന ഒരു കാര്യമല്ല. ഇനി സായിബാബയ്ക്കെതിരെ ഇതുപോലെ തന്നെ ഒന്നിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് എനിക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം. നന്ദി ശ്രീ തുഷാർ നിർമ്മൽ സാരഥി അവസരത്തിൽ പങ്കെടുത്തതിന്. ചർച്ചയുടെ സമാപിക്കുകയാണ്. പ്രത്യയശാസ്ത്രാഭിമുഖ്യം ക്രിമിനൽ കുറ്റമാണോ എന്നതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനം. പ്രേക്ഷകർ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ അവസരത്തിൽ ഡൽഹിയിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത മനുഷ്യാവകാശ പ്രവർത്തകൻ സച്ചിൻ നാരായണനും ഒപ്പം കോൺഗ്രസ് നേതാവ് PM സുരേഷ് ബാബുവിനും കൊച്ചിയിൽ നിന്നും പങ്കെടുത്ത മനുഷ്യാവകാശ പ്രവർത്തകൻ തുഷാർ നിർമ്മൽ സാരഥിക്കും നന്ദി. ചർച്ചയോട് അവസാനിക്കുന്നു. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ സമാപിക്കുന്നു. നമസ്കാരം.